കാണാൻ പറ്റിയോ? കാണാൻ പറ്റി, സഖാവിനെ കാണാൻ പറ്റി. തിരുവനന്തപുരത്ത് വി എസിനെ അങ്ങ് വിടുന്നില്ലേ? സമയം വി എസിനെ കൂടുതൽ കാണാനാണ് ആഗ്രഹം. വി എസ് എന്ന് പറഞ്ഞ വികാരത്തെ നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. സമരസഖാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ കൂടിയ മുഴുവൻ പേർക്കും അടുത്ത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വി എസിനെ കാണാൻ അടുത്ത 2 അനുശോചന പോയിന്റുകളിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയുടെ അടുത്ത 2 അനുശോചന പോയിന്റ് കൂടി അവിടെ എത്തിക്കൂടി വി എസിൻ്റെ പിന്നാലെ പോവുകയാണ്. മാക്സിമം എത്രത്തോളം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇവിടെ വന്നത് 6-7 മണിക്കൂറോളം ഇവിടെ വി എസിനെ കാണാനായി കാത്തു നിൽക്കുകയായിരുന്നു. ഇനി അടുത്ത തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇനി 2 അനുശോചന പോയിന്റ് കൂടി അതുകൂടെ കവർ ചെയ്യാനായിട്ട് അതിൻ്റെ പുറകെ പോവുകയാണ്. മാക്സിമം എത്രത്തോളം പോകുമോ അത്രത്തോളം വി എസിൻ്റെ അത്രത്തോളം നെഞ്ചിൽ സ്നേഹിക്കുന്ന സലാം. കണ്ടോ? മുമ്പ് കണ്ടിട്ടുണ്ടോ? പിന്നെ അങ്ങനെ നമ്മളെ വിട്ടു പിരിഞ്ഞു. പാവപ്പെട്ടവൻ്റെ എപ്പോഴും പാവപ്പെട്ടവൻ്റെ കൂടെ നിന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഒരു 100 നൂറ്റാണ്ട് കാലം പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ജീവിച്ച സഖാവ് വി എസിന് ഇവിടെ നിൽക്കാനായി ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ കിളമാനൂരിൽ ഒന്നാണ് സഖാവിനെ കാണാൻ വേണ്ടി 3 മണി മുതൽ നമ്മൾ ഇവിടെ നിൽക്കുകയായിരുന്നു. സഖാവിനെ കണ്ടേ പോവുകളെന്നും പറഞ്ഞ് തന്നെ ഇരുന്ന് നമ്മൾ പോകുന്നു. നാളെ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. കണ്ടു ആലപ്പുഴയിലേക്ക് പോകുന്നു. ആലപ്പുഴയിലേക്ക് പോവുകയാണ്. വ്യക്തി ചിന്തിക്കേണ്ട വ്യക്തിയാണ്. നാളെ ആലപ്പുഴയിലേക്ക് പോകുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇന്ന് ഇവിടെ നിന്ന് കണ്ടിട്ടും മതിയാകുന്നില്ല. നാളെ ആലപ്പുഴയിലേക്ക് പോകും. വലിയ ചുടുകാട്ടിൽ വി എസ് സന്ധി ഉറങ്ങുമ്പോൾ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അക്ഷയ, ഉച്ചയ്ക്ക് 2 മണിക്കാണ് ദർബാർ ഹാളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്ര ആരംഭിച്ചത്. ഒരു ദിവസം പകുതി ഇങ്ങ് കഴിഞ്ഞു. ഇത്രയും 10ാം മണിക്കൂറിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്നിട്ടും തിരുവനന്തപുരം ഒരു ജില്ല കടക്കാൻ ഇതുവരെ ആ വിലാപയാത്രയ്ക്കായിട്ടില്ല. അതായത് നമുക്ക് ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത്രയ്ക്ക് മനുഷ്യരാണ്, ആയിരങ്ങളാണ്, 10,000-ങ്ങളാണ് വഴിനീളെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. അതിൽ മഴ പെയ്യുന്നുണ്ട്. ആർക്കും മഴയെക്കുറിച്ച് ഒരു പരാതിയുമില്ല. ട്രാഫിക് ഉണ്ട്, അതിനെക്കുറിച്ചും ആർക്കും പരാതിയില്ല. കാണാൻ പറ്റിയില്ലല്ലോ എന്ന നിരാശയുണ്ട് പലരുടെയും മനസ്സിൽ. അത് മാത്രമാണ് ഏക പരാതി.